എൻ്റെ പേര് ഹരിത സനീഷ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരുന്നു. ആദ്യമായി എനിക്ക് ഈ ആൾത്താരയിൽ കയറി നിൽക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് എനിക്ക് കൃപ തന്ന അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2023 നവംബർ 22 അതിനു മുമ്പ് എൻ്റെ ചേട്ടൻ്റെ അമ്മ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തതാണ്. ഞാൻ ചേട്ടന് വേണ്ടിയാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. ചേട്ടൻ ദുബായിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അവിടെ ഒരു കമ്പനിയുമായിട്ട് ഒരു കേസിൽ പെട്ടിട്ട് ജോലി നഷ്ടപ്പെട്ടു. ആ കേസ് ഒരു കുരുക്ക് പോലെയായിരുന്നു. പുതിയ ജോലിക്ക് കയറാൻ പറ്റാത്ത ഒരു കുരുക്കായിരുന്നു ആ കേസ്. അത് കാരണം വളരെയധികം ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു. 8 വർഷത്തോളമായിട്ട് അവിടെ ഇല്ലാണ്ടിരുന്ന ഒരു പൊതുമാപ്പ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വന്നു. അത് വന്നപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി. കാരണം അത്രയും നാളുണ്ടായിരുന്ന ഫൈനും എല്ലാ കേസും തള്ളിപ്പോയി ആൾക്ക് നാട്ടിലേക്ക് വരാം. അതെ അതെ, ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അങ്ങനെ ഒരു പൊതുമാപ്പ് അവിടെ നിലവിൽ വന്നത്. ഞാൻ ചേട്ടന് പ്രാർത്ഥനകളൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ആളത് കേൾക്കുമായിരുന്നു. അങ്ങനെ പൊതുമാപ്പ് വന്നപ്പോൾ വൈറ്റ് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേസ് തീർക്കാൻ വേണ്ടി ആൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴാണ് കമ്പനി ഒരു പൈസയുടെ കാര്യം പറഞ്ഞൊരു കള്ള കേസ് കൊടുത്തത് ആൾ അറിയണത്. അങ്ങനെ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അന്ന് തന്നെ ഞാനും അമ്മയും ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. ഒരാഴ്ചയ്ക്കുള്ളിൽ ആൾക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റി. അത് 3 മാസം, എല്ലാവരും പറഞ്ഞു 3 മാസമൊക്കെ കഴിഞ്ഞേ ഇറങ്ങാൻ പറ്റുള്ളൂ, ബാൻ ചെയ്യും, അവിടെ നിന്ന് അവർ ഡീപ്പോർട്ട് ചെയ്യും, പിന്നെ ആ രാജ്യത്ത് ജോലി ചെയ്യാൻ പറ്റില്ല, വേറെ വല്ല കൺട്രിയിലേക്ക് നോക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് അധികം അത് കേട്ട് വിഷമിച്ചു. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അതിനുശേഷം പോലീസ് പറഞ്ഞു കമ്പനിയായിട്ട് സോൾവ് ചെയ്ത് കോടതിയിൽ പോയി കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പൈസ ഇല്ലാത്ത കാരണം ഒരു വക്കീലിനെ വെച്ചോ കേസ് നടത്താനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചേട്ടൻ ഒറ്റയ്ക്കാണ് കോർട്ടിൽ പോയിട്ട്, തെളിവുകളൊന്നും നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. അത് കാരണം വായോണ്ട് പറയുന്നതല്ലാതെ വേറെ ഒരു ഡോക്യുമെൻറ്റും നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ വിധി വന്നപ്പോൾ അനുകൂല വിധിയാണ് ചേട്ടന് വന്നത്. പക്ഷെ അവരത് വീണ്ടും അപ്പീലിന് കൊടുത്തു. 3 വട്ടം വിധി വന്നപ്പോഴും അത് ചേട്ടന് അനുകൂലമായിട്ടാണ് വിധി വന്നത്. അതും മാതാവിൻ്റെ ദിവസമാണ് വന്നത്. ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വിധി അനുകൂലമായിട്ട് വന്നു എന്ന് ചേട്ടൻ വിളിച്ചു പറയണേ. അത് മാതാവ് എഴുതിയ വിധിയാന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അന്ന് കോർട്ടിൽ പോണതിന് മുന്നേ ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ഞങ്ങളുടെ കൃപയാൽ അത് ഒരിക്കലും അനുകൂലമാവില്ല. മാതാവ് തന്നെ അവിടെ പോയി കോർട്ടിൽ ജഡ്ജി ആയിരുന്നു അത് വിധി എഴുതണം, അല്ലാണ്ട് മനുഷ്യരായിരിക്കരുത് അത് വിധി എഴുതുന്നത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. അതിൻ്റെ ഫലമായി വിധി വന്നപ്പോൾ ചേട്ടൻ അനുകൂലമായിട്ട് വിധി വന്നു. വീണ്ടും അപ്പീലിന് പോയപ്പോൾ ടെൻഷൻ വന്നു. അപ്പം ഞാൻ പറഞ്ഞു അത് ഒരിക്കലും പേടിക്കുണ്ടാകും, കാരണം മാതാവ് എഴുതിയ വിധി ഒരിക്കലും മനുഷ്യർക്ക് മാറ്റി എഴുതാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. 3 മാസം വീണ്ടും അത് 2 മാസം അംശി കഴിയാൻ 2 മാസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പീലിന് കൊടുത്ത കാരണം വീണ്ടും അത് നീണ്ടുപോയി. അപ്പോഴും ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവ് ഈ 2 മാസത്തിനുള്ളിൽ ഇത് തീർന്നില്ലെങ്കിൽ വീണ്ടും ഫൈൻ അടയ്ക്കാൻ ഒരുപാട് പൈസ വരും, നാട്ടിലോട്ട് വരാൻ പറ്റില്ല. ദൈവഭാഗ്യം കൊണ്ട് അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് അത് 3 മാസം 2 മാസം എന്നുള്ളത് വീണ്ടും 2 മാസമായി കൂട്ടി ഡിസംബർ 31 വരെയാക്കി. ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി. വൈറ്റ് പാസ്പോർട്ട് എടുത്ത ആൾക്ക് ഡിസംബർ 31 തന്നെ നാട്ടിലോട്ട് വരാൻ സാധിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ലേലമായിരുന്നു. ചേട്ടന് ജോലി ഇല്ലാത്ത കാരണം പൈസ ഒന്നും അടയ്ക്കാൻ പറ്റാണ്ട് ജപ്തിയിലായിരുന്നു വീട് ജപ്തിയിലായി ലേലത്തിന് വന്നു. ഞാനും അമ്മയും ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു, കാശ് രൂപം തന്നു, വീട്ടിലത് കുഴിച്ചിട്ടു. 2 വർഷത്തോളമായിട്ട് 1 രൂപ പോലും ഞങ്ങൾ ആ വീടിന് വേണ്ടി ബാങ്കിൽ അടച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ ആ വീട്ടിൽ ഒരു കുഴപ്പം കൂടാതെ താമസിക്കുന്നു. പിന്നെ ഒരു കാർ ലോൺ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, അതെപ്പോഴും ബാങ്കുകാർ വരുമായിരുന്നു, എന്നും വീട്ടിലോട്ട് ബാങ്കുകാർ വരുമായിരുന്നു. ആ കാർ ലോൺ ഞങ്ങൾക്ക് തീർക്കാൻ സാധിച്ചു. ചെറിയൊരു ഒരു പൈസ മാത്രമേ ഇപ്പം അതിന് അടയ്ക്കേണ്ടതുള്ളൂ. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവും തിരുകുമാരനും കൂടെ ഞങ്ങൾക്ക് സാധിച്ചു തന്നു. പിന്നെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മോൻ 5 വയസ്സേ ഉള്ളൂ. അവന് എന്നും ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കണ്ട് അമ്മ മാതാവിനെ കാണാൻ അവനും ഒരുപാട് വിശ്വാസവും ഇഷ്ടമാണ് അമ്മ മാതാവിനെ. എന്നും രാത്രി കിടക്കുമ്പോൾ പറയും, അമ്മ എൻ്റെ കൂടെ മാതാവ് വന്ന് കിടക്കുമോ, എനിക്ക് മാതാവിനെ കാണണം, ഈശോയും മാതാവിനെയും കാണണം എന്ന് എന്നും പറയുമായിരുന്നു. ഞാൻ പറയും മോൻ്റെ അടുത്ത് മാതാവ് വന്ന് കിടക്കും, മാതാവ് എന്നും മോൻ്റെ കൂടെ ഉണ്ടാവും, ഈശോയും കൂടെ ഉണ്ടാവും എന്ന് പറയും. പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ റെഡിയാകുമ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു,
കുറേ കാര്യങ്ങൾ ഇങ്ങനെ മാതാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ ഇന്നലെ രാത്രി മാതാവ് എൻ്റെ അടുത്ത് വന്നു, അപ്പം എനിക്ക് ഐസ് പോലെ തണുത്തു എന്ന് പറഞ്ഞു. ഞാനത് സാക്ഷ്യങ്ങളിലൊക്കെയാണ് കേട്ടത്, മാതാവിൻ്റെ സാന്നിധ്യം അറിയുമ്പോൾ നമുക്ക് ഐസ് പോലെ തണുക്കുമെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ മോൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഐസ് പോലെ തണുത്തു. ഉണ്ണീഷോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഉണ്ണീഷോയുടെ കൈ ഭയങ്കര സോഫ്റ്റാണ്, നാളെ എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു കുഞ്ഞ് ബെഡൊക്കെ മേടിക്കണം, ഉണ്ണീഷോനെ കിടത്താണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു പറഞ്ഞു, മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ റൂമിലുണ്ട്, ഇവിടുന്ന് വാങ്ങിയിട്ട് പോയതാണ്, ആ രൂപത്തിലേക്ക് ഉണ്ണീഷോ തിരിച്ചു പോയി എന്ന് പറഞ്ഞു, നാളെയും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഗ്രഹം എൻ്റെ മോനുണ്ടായി. പിന്നെ എനിക്ക് മഴവില്ലിൻ്റെ സാന്നിധ്യത്തിൽ മാതാവ് അനുഗ്രഹം തന്നു. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യണം. ഇവിടുന്ന് പത്രം വാങ്ങിയിട്ട് പോകും. ഞാൻ പത്രം വാങ്ങിയിട്ട് പോകുമ്പോൾ അതിൽ ഞാൻ വചനം, എല്ലാ പത്രത്തിലും ഞാൻ വചനം എഴുതി സ്റ്റാപ്ലർ ചെയ്ത് ഒട്ടിച്ചിട്ടാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറ്. പിന്നെ പൊതിച്ചോറ് ഞാനും അമ്മയും ഉണ്ടാക്കി പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുമായിരുന്നു. അടുത്തൊരു ഒരു അഭയാഭവൻ ഉണ്ടായിരുന്നു, അവിടെ പോയി ശുശ്രൂഷ ചെയ്യുമായിരുന്നു ഞാൻ. പിന്നെ ആത്മീയ ജീവിതത്തിൽ ഞാനൊരു ഹിന്ദു ആണ്, പക്ഷേ ബൈബിൾ അരമണിക്കൂറിൽ കൂടുതൽ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇന്നും വചനം എഴുതി പ്രാർത്ഥിക്കും. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്, ലൂക്ക 18:27. എന്നും ഞാൻ ഡെയിലി വചനം 33 പ്രാവശ്യം എഴുതി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ കൂടുതൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 രൂപ പോലെ ഉണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് ആവശ്യം വന്നാൽ അത് കൊടുക്കാനുള്ളൊരു മനസ്സ് എനിക്ക് വന്നു. എന്താവശ്യം ആര് ചോദിച്ചാലും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ളൊരു മാനസികാവസ്ഥ എനിക്ക് വന്നു. മറ്റുള്ളവരോട് സ്നേഹത്തിൽ ഇടപെടാനും പെരുമാറാനും കൂടുതലായിട്ട് ഒരു കൃപ എനിക്ക് ലഭിച്ചു. 1.5 വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്ന കേസാണ് ഇപ്പോൾ ഈ 2 മാസം കൊണ്ട് അമ്മ മാതാവ് അനുഗ്രഹിച്ച് തീർന്നു കിട്ടിയത്. ഇത്രയും കഷ്ടപ്പെട്ട് അമ്മയും അച്ഛനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ചേട്ടന് ജോലിയാത്ത സമയത്ത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ചേട്ടൻ വരുന്നതിന് 2 ദിവസം മുന്നേ ഒരു പനി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായി, കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മ. അപ്പോൾ ചേട്ടൻ വരുന്ന സമയത്ത് സന്തോഷിക്കാൻ പോലും പറ്റാണ്ട് അമ്മ ഹോസ്പിറ്റലാവാന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വിഷമമായിരുന്നു. അമ്മയ്ക്ക് പ്രഷറും ഷുഗറൊക്കെ ഉള്ളതാണ്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കുറേ ടെസ്റ്റുകൾക്ക് കൊടുത്തു. അപ്പോൾ ബ്ലഡിൽ ഒരു കുഴപ്പമുണ്ടാവരുതേ മാതാവേ, റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവരുതേ, ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ചെറിയൊരു യൂറിൻ ഇൻഫെക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് അമ്മ മാതാവ് അനുഗ്രഹിച്ചു. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. യെശയ്യാ 45:2 തിരുവചനങ്ങൾ എങ്ങനെയാണ് ഹരിദാസ് അനീഷിൻ്റെ ജീവിതത്തിൽ അർത്ഥവത്തായത്? തൻ്റെ ഹസ്ബൻഡ് മുംബൈയിൽ ജോലി ചെയ്യുന്ന മനുഷ്യൻ 1.5 വർഷമായിട്ട് ഒരു കേസിൽ അകപ്പെട്ടിരിക്കുന്നു. യാതൊരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കമ്പനിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന അവസ്ഥ, നാട്ടിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിൽ, പാസ്പോർട്ടും എല്ലാം അവരുടെ കയ്യിൽ. അപ്പോഴിങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ആരും തങ്ങൾക്ക് വേണ്ടി വാദിക്കാനില്ല, ഒന്നും പറയാനില്ല. ഇതാണ് ഇവരുടെ അവസ്ഥ. അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക. 8 വർഷമായിട്ട് ഒരു പൊതുമാപ്പ് എന്നുള്ളത് ദുബായിൽ ജോലി ചെയ്യുകയാണ്, അപ്പോൾ 8 വർഷമായിട്ട് അവിടെ ഒരു പൊതുമാപ്പ് അതുവരെയും നടന്നിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ 2 ആഴ്ചക്കുള്ളിൽ അവിടെ പൊതുമാപ്പ് എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാവുകയും ഈ മകന് അങ്ങനെ തനിക്ക് പുറത്തിറങ്ങാനായിട്ട്, അതായത് കമ്പനിയിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും താൻ ആയിരുന്ന ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങാനും പിന്നീടാണ് ഈ മകൻ അറിയുക വീണ്ടും താൻ ഒരു കുരുക്കിലും കൂടിയാണ്, അതായത് പാസ്പോർട്ടും ഇതെല്ലാം അവരുടെ കയ്യിലാണെന്ന്. അങ്ങനെ വീണ്ടും ജയിലിലാവുകയാണ്. 3 മാസത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യം വരുന്നു. താൻ അറിയാത്ത കുറ്റത്തിന്, താൻ ചെയ്യാത്ത കുറ്റത്തിന്. എന്നാൽ അത് 1 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എങ്ങനെ ഈ മകന് പുറത്തിറങ്ങാൻ സാധിച്ചു? ഉടമ്പടി ദൈവാനുഭവ ആരാധനയൊക്കെ ആ മകൻ കൂടുന്നുണ്ടായിരുന്നു. സാക്ഷ്യങ്ങൾ ഈ മകൾ അയച്ചു കൊടുക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ 1 ആഴ്ചയ്ക്കുള്ളിൽ പുറത്തു വരുവാനും എല്ലാ ക്ലിയറൻസും അതെല്ലാം നടത്തി ഇന്ന് ഡിസംബറിൽ തന്നെ ഈ മകന് നാട്ടിൽ തിരിച്ചു വരുവാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന, അത് കോർട്ടിലായാലും അതുപോലെ എവിടെയാണെങ്കിലും അമ്മ മാതാവ് നമുക്ക് വേണ്ടി മുമ്പേ നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. എങ്ങനെയാണ്
തൻ്റെ മകന്, ആ കുഞ്ഞിന് എത്ര വയസ്സുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം. ആ കുഞ്ഞിന് ദൈവാനുഭവമായിട്ട് അമ്മ കൂടെ വരുന്നു, അമ്മ എൻ്റെ കൂടെ വന്നു, ഉണ്ണീശോയെ എനിക്ക് തന്നു, ഇനിയും വരുമെന്ന് പറഞ്ഞ് ഉണ്ണീശോ പോയി. ഇങ്ങനെയൊക്കെ ഒരു കുഞ്ഞ് പറയണമെങ്കിൽ തീർച്ചയായും ആ കുഞ്ഞ് അതനുഭവിച്ചിട്ട് മാത്രം പറഞ്ഞ കാര്യമാണ്. ആരാണ് എന്താണെന്നൊന്നും ആ കുഞ്ഞിന് അറിയില്ല. എന്നാൽ അമ്മയുടെ സാന്നിധ്യം ആ കുടുംബത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുക. അതുപോലെ മഴവില്ലായി തനിക്കും ഉടമ്പടി അനുഭവമായിട്ട് അമ്മ കൂടെ വന്നു എന്നൊക്കെയാണ് ഈ മകൾ പറയുക. അങ്ങനെ കുടുംബത്തെ ഒന്നാകെ ചേർത്ത് നിർത്തുന്ന ഉടമ്പടി അനുഭവമായിട്ട് ഇന്ന് ഈ മക്കൾ ഇവിടെ വരുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു, നിരന്തരം നമ്മുടെ കൂടെയുണ്ട്. തടവിലാക്കപ്പെട്ട സാഹചര്യങ്ങൾ വരുമ്പോഴും നമുക്ക് അവിടെ നിന്ന് മോചനം നടത്തുന്നവനായി തൻ്റെ ദൂതനെ ദൈവം അയക്കുകയാണ്. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.